ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് യൂണിയൻ എന്താണെന്ന് നോക്കാം. എനിക്ക് തൊണ്ടയ്ക്ക് ഇച്ചിരി ഒരു സൗണ്ട് കറക്റ്റായിട്ട് വരുന്നില്ല. ഇച്ചിരി ത്രോട്ട് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ട്വിൻ ഫ്ലെയിം ജേണിയിൽ DF ആണ് മനസ്സിലാക്കുന്നത് ഇത് ട്വിൻ ഫ്ലെയിം ജേണിയാണ് എന്നൊക്കെ. അപ്പോൾ ഇവർ പരസ്പരം കണ്ടുമുട്ടിയതിന് ശേഷം ഈ DM എന്തെങ്കിലും ഒരു ട്രിഗർ തന്ന് ഒരു സെപ്പറേഷൻ ഫേസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കുറച്ച് നാൾ ഇവർ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ചിലയിടത്ത് ഒരു കാരണങ്ങളും ഇല്ലാതെ ആയിരിക്കും, ചിലപ്പോൾ എന്താണ് കാരണം എന്ന് പറയുക പോലും ചെയ്യാതെ ആയിരിക്കും DM പോയിട്ടുണ്ടാവുക. ആ ഒരു ഫേസിൽ DF ഒരു എന്താ പറയുക, കുറേയധികം ഡിപ്രഷനിലൂടെയും പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഡിപ്രഷനിലൂടെയും ഒക്കെ കടന്നു പോകും. അത്രയും നാൾ നല്ലൊരു റിലേഷനിലിരുന്നിട്ട് പെട്ടെന്ന് നഷ്ടമാകുമ്പോൾ അത് ഫേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവർ DMഉം DFഉം ഒരു സോളിൻ്റെ രണ്ട് ഭാഗങ്ങളും രണ്ട് ശരീരങ്ങളുമാണ്. ഇവർ തമ്മിൽ തിരിച്ചറിയുകയും നല്ല സ്നേഹത്തിരിക്കുകയും ചെയ്തിട്ട് പെട്ടെന്ന് സെപ്പറേഷനിലേക്ക് പോകുമ്പോൾ DFനത് താങ്ങാൻ പറ്റില്ല. അതേസമയം DM ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ ഒരു ലോജിക്കൽ തിങ്കിങ്ങിലൂടെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിലേക്കാണ് പോകുന്നത്. ഈ ഒരു റിലേഷൻ വേണ്ടാന്ന് വെച്ചിട്ടാകാം, ചിലപ്പോൾ സാഹചര്യങ്ങളുണ്ടാവാം, ചിലപ്പോൾ അവിടെ തേർഡ് പാർട്ടീസ് ഉണ്ടായിരിക്കാം. അങ്ങനെ DM ഇവരിൽ നിന്നും സെപ്പറേറ്റഡ് ആകുകയാണ്, എന്ത് കാരണം കൊണ്ടായാലും. ഈ സമയത്ത് ഈ ഒരു സ്ട്രഗിളിൽ നിന്ന് മുന്നോട്ടേക്ക് വന്ന് സാധാരണ ഒരു ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിലെയും പോലെ സാധാരണ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ കുറച്ചൊക്കെ പറ്റും. ഓക്കെ, നമുക്കതിൽ നിന്ന് വിട്ട് മുന്നോട്ടേക്ക് വരാൻ പറ്റും. പക്ഷെ വീണ്ടും ഇങ്ങനെ ഒരു സോൾ ടൈ ഉള്ളത് കൊണ്ട് ഇത് ഒരു DF പൂർണ്ണമാകണമെങ്കിൽ DM കൂടെ വേണം. ഒരു സോൾ ടൈ ഉള്ളതുകൊണ്ട് വീണ്ടും ഇങ്ങനെ